എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 20-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ പ്രകാശനം നിർവഹിച്ചിരുന്നു. നാളെ ജൂലൈ 20-ാം തീയതി തിങ്കളാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങാം. 500 രൂപയാണ് വില. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. ഒന്നാം സമ്മാനം 30 കോടി രൂപയാക്കി ഉയർത്തിയാണ് ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പുറത്തിറങ്ങുന്നത്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഏജന്റിന് 3 കോടി രൂപ ഏജൻസ് സമ്മാനമായും ലഭിക്കും. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിലൂടെ 22 കോടിപതികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സമ്മാനഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൂന്നാം സമ്മാനം 25 ലക്ഷം രൂപ വീതം 20 പേർക്കും, നാലാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 10 പേർക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 10 പേർക്കും, കൂടാതെ 5000, 500 തുടങ്ങിയ ലക്ഷക്കണക്കിന് സമ്മാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണം ബമ്പറിന് 28% GST ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ 21/9/2025 മുതലുള്ള ലോട്ടറിക്കുള്ള GST 40% ഉയർത്തിയതിനാൽ ഓണം ബമ്പറിന് 40% GST ആണ് നിലവിലുള്ളത്. ഏജന്റുമാർക്ക് ഡിസ്കൗണ്ട് നിരക്കിന് പുറമെ ഒരു ടിക്കറ്റിന് 1 രൂപ വീതം ഇൻസെന്റീവും അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. നിരന്തരമായ അഭ്യർത്ഥനക്കൊടുവിൽ ഫുട്ബോൾ പ്രേമികൾക്ക് ആശ്വാസമേകിക്കൊണ്ടാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചത്. നാളെ പുലർച്ചെ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് അവധി പ്രഖ്യാപിച്ചത്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കില്ല. തിങ്കളാഴ്ച പുലർച്ചെയാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ മത്സരം നടക്കുന്നത്. പുലർച്ചെ വരെ നീളുന്നതിനാൽ നാളെ സ്കൂളിൽ പോകേണ്ട കുട്ടികളെ ഇത് ബാധിക്കുമെന്ന പല ഭാഗത്തു നിന്നും പരാതികൾ ഉയർന്നിരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവധി ആവശ്യപ്പെട്ടിരുന്നു. പകരം മറ്റൊരു ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയാൽ മതി എന്നായിരുന്നു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത്. അടുത്ത ശനിയാഴ്ചയോ പിന്നീടുള്ള ശനിയാഴ്ചകളിലോ ഇതിന് പകരമായി സ്കൂൾ ഉണ്ടാകും. സാങ്കേതിക കാരണങ്ങളാൽ ആദ്യം അവധി നൽകിയിരുന്നില്ല. ഫൈനലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കുട്ടി ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി ബാധകമാകുക. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവധി നൽകാം. മദ്രസകൾക്ക് നാളെ അവധിയില്ല. മദ്രസകളിൽ ഇപ്പോൾ പരീക്ഷ നടക്കുന്നതിനാൽ ഏത് കാരണവശാലും മദ്രസക്ക് അവധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇതുവരെ അങ്ങനെയൊരു അറിയിപ്പും പ്രഖ്യാപനവും ഉണ്ടായിട്ടുമില്ല. നാളെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 അറിയിപ്പുകൾ കൂടി പറയുകയാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് BPL മുൻഗണന PHH പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ നാളെ ജൂലൈ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെ കൂടി സ്വീകരിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴി സ്വന്തമായോ വൈകിട്ട് 5 മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം കുറയും. വെള്ളിയാഴ്ച തുടങ്ങിയ വസ്ത്രം പൂർത്തിയായ ശേഷം കർശനമായ പരിശോധനയിലൂടെ അനർഹരെ ഒഴിവാക്കാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം. നിലവിൽ 66.22 ലക്ഷം ഗുണഭോക്താക്കളാണ് വിവിധ പെൻഷൻ വിഭാഗത്തിലായി സംസ്ഥാനത്തുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ 51.87 ലക്ഷം പേരും, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർ 14.35 ലക്ഷം പേരുമാണ്. ഇത്രയധികം പേർക്ക് UDF സർക്കാർ പ്രഖ്യാപിച്ച 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകണമെങ്കിൽ മാസം തോറും 1986 കോടി രൂപ വേണം. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അനർഹരെ ഒഴിവാക്കി വർദ്ധിപ്പിച്ച പെൻഷന്റെ സാമ്പത്തിക ബാധ്യത കുറച്ചു കൊണ്ടുവരാനാണ് സർക്കാരിന്റെ ശ്രമം. എല്ലാ വർഷവും മാസം കഴിയുന്നതോടെ മരിച്ചവർ ഒഴിവാക്കപ്പെടാറുണ്ട്. എന്നാൽ പുതുതായി ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്നവർ അതിലേറെ കൂടുതലാണ്.
പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലടക്കം ഇതിനു കാരണമാകുന്നുമുണ്ട്. ഇത്തരത്തിൽ അനർഹമായി കടന്നുകൂടിയവരെ പൂർണ്ണമായും ഒഴിവാക്കും. പുതിയ അപേക്ഷകൾ അംഗീകാരം നൽകുന്നതിന് മുമ്പ് പരിശോധന കർശനമാക്കും. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 1000 cc വാഹനം ഉള്ളവർ, മറ്റു പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവർ നിലവിൽ ക്ഷേമ പെൻഷന് അർഹരല്ല. എന്നാൽ വരുമാന പരിധി കുറച്ചു കാണിച്ചും വിദേശത്ത് ജോലിയുള്ളവരുടെ മറച്ചുവെച്ചും ഒട്ടേറെ പേർ പെൻഷൻ വാങ്ങുന്നുണ്ട്. അർഹരായവർ ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനായി മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1 ഏക്കറിലധികം ഭൂമി, വലിയ വീട്, വീട്ടിലെ ആധുനിക സൗകര്യങ്ങൾ എന്നിവയിൽ ഇളവ് വരാൻ സാധ്യതയുണ്ട്. തരിശായി കിടക്കുന്ന കൃഷിയോഗ്യമല്ലാത്ത 1 ഏക്കറിലധികം ഭൂമിയുള്ള ആളുകൾ കുട്ടനാട്ടിൽ കൂടുതലാണ്. അവർക്ക് ഇക്കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം വലിയ വീട് വെച്ചതിൻ്റെ പേരിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യവും ഉണ്ട്. ഇതെല്ലാം പരിശോധിച്ച് ജീവിത ചുറ്റുപാടും സാഹചര്യവും വിലയിരുത്തിയതിന് ശേഷം ക്ഷേമ പെൻഷൻ നിലനിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടക്കും. നിലവിൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് അടുത്ത മാസം 30-ാം തീയതി വരെയാണ്. അതിനുശേഷമായിരിക്കും പരിശോധനകൾ ആരംഭിക്കുക. സാങ്കേതിക തകരാറ് മൂലം കഴിഞ്ഞ ദിവസം മസ്റ്ററിംഗ് മണിക്കൂറുകളോളം മുടങ്ങിയിരുന്നു. ജീവൻ രേഖ പോർട്ടലിലുണ്ടായ തകരാർ കാരണം ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആദ്യ ദിവസം തന്നെ മണിക്കൂറുകളോളമാണ് മുടങ്ങിയത്. സംസ്ഥാനത്ത് ഡാറ്റാ സെന്ററിലുണ്ടായ സാങ്കേതിക പ്രശ്നമായിരുന്നു കാരണം. രാവിലെ മസ്റ്ററിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയതിനാൽ ഓരോ അക്ഷയ കേന്ദ്രത്തിലും പോർട്ടലിൽ പ്രവേശിക്കുന്ന ജീവനക്കാരുടെ എണ്ണം 2ആയി നിജപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാനായില്ല. മസ്റ്ററിംഗിന് പുറമെ മറ്റു സേവനങ്ങളും തടസ്സപ്പെട്ടു. സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗിന് സമയമുള്ളത്. തിരക്ക് കൂട്ടേണ്ടതില്ല എന്ന് അധികൃതർ പറയുന്നുണ്ട് എങ്കിലും മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയവും സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് ഈ മാസത്തെയോ ഓഗസ്റ്റ് മാസത്തെ ഓണപ്പെൻഷനോ മുടങ്ങില്ല. ജൂലൈ പെൻഷൻ വിതരണം ഈ മാസം 23, 24 തീയതികളിലായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നടത്തും. 2 ദിവസത്തിനകം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.